കെനിയയിൽ വാഹനാപകടത്തിൽ 5 മലയാളികൾ മരിച്ചു. ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയവരാണ് മരിച്ചത്. ഉടൻ തന്നെ നമ്മൾ MLA കോങ്ങാട് MLA അഡ്വക്കേറ്റ് ശാന്തകുമാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ റിയയുടെ അച്ഛനായ രാധാകൃഷ്ണനെ MLAയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഉടനെ ഒരു മെയിൽ സന്ദേശം അയക്കുകയും അവർ അവിടുന്ന് നോർക്കയും അതുപോലെ തന്നെ ഹൈക്കമ്മീഷണർ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് മതിയായ ചികിത്സ ഉറപ്പുവരുത്താനും റിയയുടെ സഹോദരൻ അങ്ങോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. റിയയുടെ ഭർത്താവായ ജോലിൻ്റെ ബിസിനസ് പാർട്ട്ണർ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം റാഷിദ് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മലയാളി അസോസിയേഷനും അതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇവിടെ ചികിത്സ ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കാനും വേണ്ട ഇടപെടലുകൾ നടത്തുന്നുണ്ട്. 6 വർഷമായി അവർ ജോലിയാണ് ഒരു ടൂറിസം ആൻഡ് ട്രാവൽസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെയാണ് ടൂർ പോയിരിക്കുന്നത്. 3 ദിവസത്തിനകത്ത് നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വന്നാലും ബോഡി സംസ്കരിക്കുന്നത് കോയമ്പത്തൂരാണ്. അവരുടെ ഹസ്ബൻഡ് വീട് കോയമ്പത്തൂർ പോത്തന്നൂർ സ്വദേശിയാണ്. ഗൂഗിൾ VS ചേരുന്നുണ്ട്. ഗൂഗിൾ, ദുഃഖകരമായ വാർത്തയാണ് എത്തുന്നത്. മലയാളികൾ അടങ്ങുന്ന ടീം ടൂറിന് പോകുമ്പോൾ വാഹനാപകടം ഉണ്ടാകുന്നു. പാലക്കാട് നിന്ന് പോയവരും മരണപ്പെടുന്നു. നാട്ടിലേക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ഗൂഗിൾ? നിലവിൽ ഇപ്പോൾ ഈ റിയയുടെ വീട്ടിലേക്കാണ് വിവരങ്ങൾ വന്നിട്ടുള്ളത്. റിയ പാലക്കാട് മണ്ണൂർ സ്വദേശിയാണ്. പത്തിരിപ്പാലയ്ക്ക് അടുത്താണ് ഈ മണ്ണൂർ ഉള്ളത്. ഈ ഇത്തരത്തിൽ ഇവിടേക്ക് ടൂറ് പോയതിൽ റിയയും മകൾ ഡൈറയും മരിച്ചു. വാഹനാപകടത്തിൽ മരിച്ചു. കെനിയയിൽ വെച്ച് മരിച്ചു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഭർത്താവ് ജോയലിനും അതോടൊപ്പം തന്നെ ട്രാവിസ് എന്ന് പറയുന്ന മകനും അപകടത്തിൽ പരിക്കുണ്ട്. ഇവരെ നൈറോബിയിലെ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് എന്നുള്ളതാണ്. ഇവരുടെ തോളലിനും പരിക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്ന വിവരം. വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇവർ യാത്ര, അതായത് സ്ഥലങ്ങൾ കണ്ട് തിരികെ താമസ സ്ഥലത്തേക്ക് വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. ഈ 2 പേരെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വീട്ടിൽ അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ മരിച്ചവരിൽ 5 പേർ മലയാളികളാണെന്നുള്ള ഒരു വളരെ ദുഃഖകരമായ വാർത്തയും നമ്മളെ തേടിയെത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ തന്നെ ഏകദേശം ഇന്നലെ ഉച്ചയോടുകൂടി വീട്ടുകാർക്ക് ഈ വിവരം ലഭിച്ചിരുന്നു. പക്ഷെ അപ്പോൾ ഒരു അപകടം സംഭവിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇതിൽ റിയയും ഡൈറയും മരിച്ചു എന്നുള്ള വിവരം വീട്ടുകാരെ അറിയുന്നത്. ഇപ്പോൾ റിയയുടെ സഹോദരൻ കെനിയയിലേക്ക് പോയിട്ടുണ്ട്. ഈ ഇവിടെയുള്ള കാര്യങ്ങൾ, മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്നതും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് അവിടേക്ക് പോയത്. റിയയുടെ ഭർത്താവ് ജോയൽ കോയമ്പത്തൂർ സ്വദേശിയാണ്. അവർ ഏകദേശം 6 വർഷമായി ഖത്തറിലാണ് താമസിക്കുന്നത്. പക്ഷേ ജോയൽ കോയമ്പത്തൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ റിയയുടെയും ഡൈറയുടെയും മൃതദേഹം കോയമ്പത്തൂരിലേക്കാണ് എത്തിക്കാൻ സാധ്യത എന്നുള്ളതാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഏകദേശം 3 ദിവസമെങ്കിലും അതിന് സമയമെടുക്കുമെന്നും ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുന്നു. സ്വാഭാവികമായും കെനിയ ആയതുകൊണ്ട് തന്നെ ആദ്യം ഖത്തർ എംബസിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നത്. അതിനുശേഷം ഖത്തർ എംബസിയാണ് ഇത്തരത്തിൽ ഇന്ത്യക്കാർക്ക് ഇത്തരത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, അതിൽ മലയാളികൾ ഉണ്ട് എന്നുള്ള വിവരം ഇന്ത്യയെ അറിയിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്.